ഹാലലുയ്യ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു. എന്നെയും നിങ്ങളെയും ഒത്തിരി അധികം സ്നേഹിക്കുന്ന നമ്മളുടെ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ പലരും പല ഭാരവുമായിട്ടാണ് ജീവിക്കുന്നത്, പല ടെൻഷൻസുമായിട്ടാണ് ജീവിക്കുന്നത്. നല്ലൊരു ജോലി കിട്ടുമോ, ആയിരിക്കുന്ന ജോലിയിൽ ഒരു ഉയർച്ച കിട്ടുമോ, ഒരു പ്രൊമോഷൻ കിട്ടുമോ, മക്കളുടെ പരീക്ഷകളൊക്കെ അടക്കാറായി, അവർ നല്ല മാർക്സോടെ പാസ്സാവുമോ, അവർക്ക് നല്ലൊരു ജോലി കിട്ടുമോ, ഏത് ഫീൽഡിലാണ് അവർ പോകുന്നത്, മകന് ജോലി കിട്ടുമോ, മകളുടെ വിവാഹം നടന്നു കിട്ടുമോ, കടഭാരങ്ങളുണ്ട് അതൊക്കെ വീട്ടിൽ കിട്ടുമോ, വലിയ ലോണുണ്ട് അതൊക്കെ എങ്ങനെയായി മാറും, രോഗത്തിൻ്റെ അവസ്ഥ എന്തുവായി മാറും, മാറാ രോഗമായി മാറുമോ, ഇങ്ങനെ പല പല വ്യാകുലകളും പല പല ചിന്തകളും പല പല ഭാരങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മളിൽ പലരും ജീവിക്കുന്നത്. എങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. യിരെമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നു: ഫോർ ഐ നോ ദി പ്ലാൻസ് ഐ ഹാവ് ഫോർ യു, ഡിക്ലെയർസ് ദ ലോർഡ്, പ്ലാൻസ് ടു പ്രോസ്പർ യു ആൻഡ് നോട്ട് ടു ഹാം യു, പ്ലാൻസ് ടു ഗിവ് യു ഹോപ്പ് ആൻഡ് എ ഫ്യൂച്ചർ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി, വചനം അവിടെ ആദ്യമേ പറയുന്നത് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതിനുള്ള പദ്ധതി, അതിനുള്ള നിരൂപണങ്ങൾ, അതിനുള്ള പ്ലാൻസ് ദൈവത്തിന് അറിയാം. ദൈവം നിങ്ങൾക്ക് ശുഭഭാവി വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കയ്യിൽ ആ നിരൂപണങ്ങൾ ഉണ്ട്. അത് നിങ്ങളുടെ നന്മയ്ക്കാണ്, അത് നിങ്ങളുടെ തിന്മയ്ക്കല്ല, നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ തകർച്ചയ്ക്കല്ല, അത് നിങ്ങളുടെ നന്മയ്ക്കാണ് ദൈവം അവിടെ അരുളപ്പാട് പറയുന്നു. നമ്മൾ ഒരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയുടെ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ നമുക്ക് ചെയ്ത് മുൻപോട്ട് പോകാം. പക്ഷേ ആ വണ്ടിയെ നല്ലപോലെ നിലനിർത്തണമെങ്കിൽ അതൊരു നല്ല മെക്കാനിക് കണ്ടാൽ അതല്ലേ ഇച്ചിരൂടെ നല്ലത്. അപ്പോൾ ഒരു മെക്കാനിക് നമ്മളുടെ വണ്ടിയെ കൈകാര്യം ചെയ്യുന്നല്ലേ നമുക്ക് കൂടുതൽ ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ്. നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു പ്ലാനും ഡിസൈനും ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ അറിയാമെങ്കിലും ഒരു നല്ലൊരു ആർക്കിടെക്റ്റും ഒരു ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ അടുത്ത് പോകുമ്പോഴല്ലേ നമുക്ക് ഇച്ചിരൂടെ ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യം. അപ്പോൾ നമുക്ക് വേണ്ട ഡിസൈൻ തന്നെയാണ് ഈ ആർക്കിടെക്റ്റും ഇൻറ്റീരിയർ ഡിസൈനറും നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി, പക്ഷേ നമ്മളെക്കാളും കൂടുതൽ നല്ലതായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന, നമ്മളെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച ദൈവം തന്നെ നമ്മളോട് പറയുന്നു, നിങ്ങൾക്ക് നന്മയുള്ള ഒരു ശുഭഭാവി തരുവാൻ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി തരുവാനുള്ള നിരൂപണങ്ങൾ എനിക്കുണ്ട്, എൻ്റെ കയ്യിലുണ്ട്, അത് നിങ്ങളുടെ നന്മയ്ക്കാണ്. ഇതിനേക്കാളും വലിയൊരു വാഗ്ദാനം എന്തുവാണ് നമുക്ക് വേണ്ടത്? കർത്താവിൽ പ്രിയരെ, പല പല ആവശ്യങ്ങൾ നമുക്കുണ്ടാവാം, പല പല ഭാരങ്ങൾ, പ്രയാസങ്ങൾ നമുക്കുണ്ടാവാം, ഒത്തിരിയേറെ പ്രാർത്ഥന വിഷയങ്ങൾ നമുക്കുണ്ടാവാം. അതിനെല്ലാം ഉത്തരം നൽകുന്ന ഒരു വേദപുസ്തകമാണ് നമുക്ക് സമ്മാനമായിട്ട് നമ്മളുടെ വിശ്വാസം നമുക്ക് നൽകുന്നത്. ഇത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. ഈ വചനത്തെ വെച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടാത്ത ഉത്തരങ്ങളില്ല. പലപ്പോഴും നമ്മളുടെ പ്രയാസങ്ങളുടെ ഇടയിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ആ വിഷയം പരിഹരിച്ച് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊന്ന് തളർന്നു പോകും. റിമെമ്പർ, God's word doesn't promise immediate resolution, but God's word guarantees a good future. ദൈവത്തിൻ്റെ വചനം
ജീവിതം എളുപ്പമായിരിക്കും, ഇല്ലേ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരമുണ്ടാവും എന്നൊന്നും ദൈവം നമ്മളോട് പറയുന്നില്ല. പക്ഷെ ദൈവം നമുക്ക് തരുന്നൊരു വാഗ്ദാനമുണ്ട്. അതായത് എല്ലാം ശുഭമായി മാറും, അവസാനം നല്ലതായിരിക്കും, ഭാവി നല്ലതായിരിക്കും. ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഈ വർഷം ദൈവത്തിൻ്റെ ഉത്തരം നൽകുന്നൊരു വർഷമായി മാറും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എന്താവശ്യമാണെങ്കിലും അത് നിങ്ങൾ ദൈവത്തോട് വചനം വെച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ആവശ്യപ്പെടണം. ദൈവം അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഈ വർഷം തന്നിരിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. നമ്മളെല്ലാവരെയും ദൈവം ഒത്തിരിയേറെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.